ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശമായ ഓശാന തിരുനാൾ നിരവധി വിശ്വാസികളാണ് ഇന്ന് പള്ളിയിൽ നിന്നും കുരുത്തോല സ്വീകരിച്ചുകൊണ്ട് കുർബാന സ്വീകരിച്ചത്. ഏപ്രിൽ 13 ഇന്ന് ഓശാന പെരുന്നാളാണ് അല്ലേ? സമാധാനവും ശാന്തിയും. അതോടൊപ്പം നാളെ കഴിഞ്ഞ് 14 വിഷു എല്ലാം കൂടി നമ്മുടെ വ്യാഴാഴ്ച വിശ്വാസത്തിന്റെ ഒരു ഐക്യമാണ് കാണാൻ. നമ്മുടെ ഓശാന പെരുന്നാളിനെ പറ്റി ഒന്ന് പറഞ്ഞാലും. കത്തോലിക്കരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസമാണ് ഓശാന ഞായറാഴ്ച. അത് ലോകമെമ്പാടും പറഞ്ഞ പോലെ തന്നെ ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ്. കേരളത്തിന്റെ ഏറ്റവും വലിയ ഐശ്വര്യമായ കൽപ്പവൃക്ഷമാണ് തെങ്ങിന്റെ ഓല. അത്രയും സത്യസന്ധതയും അത്രയും ഗുണമേന്മയും ജൈവ വൈവിധ്യങ്ങളും നിറഞ്ഞ ഒരു പച്ചിലകളും ഇല്ല. അതാണ് നമ്മുടെ പള്ളിയിൽ അച്ഛൻ വെഞ്ചരിച്ച് അത്രയും ശുദ്ധമായിരിക്കണം നമ്മുടെ മനസ്സുകൊണ്ടുള്ള ഉദ്ദേശമുണ്ട് അല്ലേ? അപ്പൊ അത് നമ്മള് ഇത് പള്ളിയിൽ നിന്ന് വെഞ്ചരിച്ചു കൊണ്ടുവന്നു, വീട്ടിൽ കൊണ്ടുവന്ന് വർഷം തോറും കാണാൻ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നു. പിന്നെ ഇതിന്റെ കഷ്ണങ്ങള് മുറിച്ച് അപ്പത്തിലിട്ട് മനസ്സ് നന്നാവാനും ഈശോയുടെ സ്തുതികളെല്ലാം ഓർത്തിരിക്കാനും നന്മകൾ പ്രവർത്തിക്കാനും എല്ലാം ഈ ഓശാന പെരുന്നാൾ നമുക്ക് സഹായമാവും അല്ലേ? തൊടുപുഴ ടൗൺ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾ രാവിലെ നിരവധി വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ഓല വെഞ്ചരിപ്പും പ്രദക്ഷിണവും കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കുർബാനയാണിത്. പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ശാന്തിയുടെയും സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് ഓശാന. ക്രിസ്തു കഴുതപ്പുറത്ത് തൻ്റെ അനുയായികളോടുകൂടി മഹത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം കൊടുത്ത ഒരു ദിനമാണ് ഓശാന. ലോകത്തിലെ എല്ലാ വിശ്വാസ സമൂഹത്തിനും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയുമായ ഓശാന തിരുനാളിൻ്റെ ഇത് രേഖപ്പെടുത്തുന്നു.